നമസ്കാരം. 10 മണിക്കൂറിലും പിടിതരാതെ മാനന്തവാടിയിൽ കറങ്ങുകയാണ് തണ്ണീർക്കൊമ്പൻ. മിഷൻ തണ്ണീർക്കൊമ്പൻ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എല്ലാവിധ തയ്യാറെടുപ്പുകളും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായുണ്ട്. അരുൺ, ഇത് ആനയുടെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യം, ഏറ്റവും പുതിയ ദൃശ്യം കൂടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറകെ തന്നെ RRT ഉണ്ട്, പുറകെ തന്നെ വനവകുപ്പും ഒക്കെ ഉണ്ട് ആനയുടെ പുറകെ തന്നെ. എത്ര നേരം, ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? നിലവിലത്തെ സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും ഉദ്വേഗജനകമായ നിമിഷം. മയക്കുവെടി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ഒരു ഭാഗത്ത് RRT സംഘത്തെ കാണാം. നമ്മുടെ ദൃശ്യങ്ങളിൽ ഞാൻ നിൽക്കുന്നതിന് ഏകദേശം 200 മീറ്റർ മാത്രം അകലെയാണ് ഈ ആന നിലകൊള്ളുന്നത്. ആനയുടെ ദൃശ്യങ്ങൾ നേരത്തെ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടിരുന്നു. ഇവിടെ ആനയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ, ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഒരു ശബ്ദവും പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. നമ്മുടെ റിപ്പോർട്ടിൽ പോലും അത്തരം ശബ്ദം കുറച്ചുള്ള, അത്ര ശാന്തമായി ഒരു മൗനം പാലിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലകൊള്ളുന്നത്. ആളുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ RRT സംഘം ആനയെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആനയെ നമുക്ക് ഇവിടുന്ന് കണ്ണുകളാൽ കാണാനുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഒരു വാഴത്തോപ്പാണ്. വാഴത്തോപ്പിനപ്പുറം ഒരു മരമുണ്ട്, അവിടെ ഒരു ചോലയുണ്ട്. അതിന് സമീപമായി ആന നിലകൊള്ളുന്നു. അവിടെ തന്നെ ഏകദേശം ഒരു 15 മിനിറ്റോളം ആന അനങ്ങാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. RRT സംഘം ഏകദേശം ഒരു 200-300 മീറ്റർ അടുത്തെത്തിയിട്ടുണ്ട്. ആനയെ ഈ മേഖലയിൽ വെച്ച് തന്നെ മയക്കുവെടി വെക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാരണം അതിനുള്ള ക്രമീകരണം എല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആന ഏതെങ്കിലും രീതിയിൽ പരിഭ്രാന്തിയായി ഓടുകയാണെങ്കിൽ, പരിഭ്രാന്തനായി മയക്കുവെടിയേറ്റ ശേഷം പരിഭ്രാന്തനായി ഓടുകയാണെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളാണ് ആദ്യം തന്നെ നേരത്തെ നടത്തിയത്. അതാണ് ഈ മയക്കുവെടി വെക്കുന്നതിന് മുൻപേ RRT സംഘവും വനംവകുപ്പും എല്ലാം ഇത്രയും നേരം ക്രമീകരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ മയക്കുവെടി വെച്ചാൽ അത് വരാനുള്ള വാഹനം ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ വീടിന് താഴെയാണ്, ഇങ്ങോട്ടേക്ക് ഒരു കയറ്റമാണ്, അതിന് താഴെയായി ഈ വാഹനമെല്ലാം എത്തിച്ചിട്ടുണ്ട്. സാറേ, എന്തെങ്കിലും പ്രതികരണം തരാൻ ഈ നിമിഷത്ത് സാധിക്കുമോ ഏതെങ്കിലും തരത്തിൽ? അപ്പോൾ RRT ഉദ്യോഗസ്ഥരോട് നമ്മൾ ആരായിക്കുകയായിരുന്നു. അവരെല്ലാം ഈ ഒരു ലക്ഷ്യം, ശ്രമകരമായ ദൗത്യത്തിന് പിന്നാലെയാണ്. ആ ദൗത്യത്തിലേക്ക് അടുക്കുകയാണ്. എന്തായാലും കുങ്കി ആനകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. വിക്രമും സൂര്യയും ഉൾപ്പെടെയുള്ള മിഷൻ അരിക്കൊമ്പനിൽ പങ്കെടുത്ത അതേ കുങ്കി ആനകൾ തന്നെ ഇതാ മിഷൻ തണ്ണീറിലും പങ്കെടുക്കുന്നു. മയക്കുവെടി വെക്കാനുള്ള ഒരുക്കമാണ്, സന്നാഹമാണ്. പോലീസ് ആ മേഖലയിലേക്ക് പോകുന്നുണ്ട്. ആന നിലകൊള്ളുന്ന മേഖലയിലേക്ക് പോലീസും ഫോറസ്റ്റും അടങ്ങുന്ന വനംവകുപ്പ് സംഘം ആ മേഖലയിലേക്ക് നീങ്ങുകയാണ്. ആന എടുക്കുന്ന മേഖലയിലേക്ക് നീങ്ങുന്നു. ഇനി കുങ്കി ആനകളെ അങ്ങോട്ടേക്ക് ഈ വഴി തന്നെ ഇപ്പോൾ എത്തിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം കുങ്കി ആനകളെ ആ മേഖലയിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. കുങ്കി ആനകളെ എത്തിച്ച ശേഷം ഈ സംഘം വളയും. മയക്കുവെടി വെക്കുന്നത് ഈ മേഖലയിൽ നിന്ന് തന്നെയാണോ അതോ കുറച്ചുകൂടി അടുത്തേക്ക് പോയാണോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അത് ഉറപ്പിക്കുകയാണ്, അത് നിരീക്ഷിച്ച് ഉറപ്പിക്കുകയാണ്. മരത്തിന് മുകളിൽ ആന ഉണ്ടായിരിക്കുന്ന പ്രതലം, ആന ഉണ്ടായിരിക്കുന്ന സർഫസ്, അത് അത്രയും അനുയോജ്യമായിരിക്കുന്ന സ്ഥലമായിരിക്കണം. ഒപ്പം തന്നെ ആനയെ അവിടെ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള, ഇത് പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ്, കാടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമാകില്ല. എങ്കിൽ പോലും ആ തരത്തിൽ നിലവിലിപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലം മയക്കുവെടി വയ്ക്കാൻ അനുയോജ്യമായൊരു ഇടം തന്നെയാണോ RRTക്കും വനംവകുപ്പിനും വെറ്ററിനറിക്കുമൊക്കെ? നിലവിൽ ഏറ്റവും അനുയോജ്യമായ ഇടം തന്നെ എന്നാണ് വനംവകുപ്പ് സംഘം കണക്കാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. കാരണം അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വനമേഖലയൊന്നുമല്ല. ഇതിൽ നേരെ ഒരു 500 മീറ്റർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ജനവാസ കേന്ദ്രമാണ്, ടൗണിലേക്ക് കിടക്കുന്ന വഴിയാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് ആന വിരണ്ടോടി ബഹുദൂരം മുന്നോട്ട് പോകുമോ എന്നുള്ള ആശങ്കയൊക്കെയാണുള്ളത്. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിനുള്ള ക്രമീകരണം എല്ലാം ഉറപ്പുവരുത്തണം. ഇപ്പോൾ എന്തായാലും ഏറ്റവും ഈ വാഴത്തോപ്പ് നിൽക്കുന്നതിന് ആ പ്രദേശത്ത് നിന്ന് ആന വലിയ മാറ്റമൊന്നും ശാന്ത സ്വരൂപൻ തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ. കാരണം അതിന് അറിയാത്തൊരു പ്രദേശത്ത് എത്തിയതിന്റെ ആ ആകുലതകൾ ആന എന്തായാലും പ്രകടമാക്കുന്നുണ്ട്. അത് തന്നെയാണ് നാട്ടുകാരും പറഞ്ഞത്. ഏകദേശം ഒരു 3-4 മണിക്കൂറോളം ഒരു സ്ഥലത്ത് തന്നെ ആന നിലയുറപ്പിച്ചു. പിന്നീടാണ് മറ്റൊരു ഈ വാഴത്തോപ്പിനടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് മാറുന്നത്. ഉച്ച മുതൽ തന്നെ അവിടെയാണ്, ഒരു 3 മണിക്കൂറായി അവിടെ തന്നെ തുടരുകയാണ്. കുറച്ചു നേരം മയങ്ങും, കുറച്ചു നേരം അവിടെ കിടക്കും, വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. അതാണ് നമ്മുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ വെച്ച് തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഒരു ഭാഗത്തേക്ക് കുന്നിൻ മുകളിലാണ്. ആ കുന്നിൻ മുകളിലേക്ക് ഇപ്പോൾ RRT സംഘം കയറി പോകുന്നുണ്ട്. അത് നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു. RRT സംഘം കയറി പോകുന്നു. ഈ കുന്നിൻ മുകളിൽ നിന്നാണ് ഈ ഒരു നല്ലൊരു ദൃശ്യമായിരിക്കും. ആനയെ കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യൂ ഈ കുന്നിൻ മുകളിൽ നിന്ന് കിട്ടും. അവിടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ആന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലം മയക്കുവെടി വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്നുള്ള വിവരമാണ് RRTയിൽ നിന്നൊക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ മയക്കുവെടി വയ്ക്കാനുള്ള ടീം അവിടെ സജ്ജമായിട്ടുണ്ട്. നമുക്ക്
ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് നിമിഷവും മയക്കുവെടി വയ്ക്കാനായി അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. ആനയ്ക്ക് പുറകെ തന്നെ വനംവകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും RR ടീം ഒക്കെ തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മയക്കുവെടി വയ്ക്കുന്ന ടീം അല്ലാതെയും വെറ്ററിനറി ടീം അവിടെയും സജ്ജമായിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു മിഷനിലേക്ക് കടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാനന്തവാടിയിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.